കഴിഞ്ഞ 4 വർഷമായി കൃത്യസമയത്ത് അമേരിക്കയിലെ വെർമോണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെത്തുന്ന ഒരു അതിഥിയുണ്ട്. വിദ്യാർത്ഥികളോടും അധ്യാപകരോടുമൊക്കെ നല്ല പെരുമാറ്റം. സെൽഫി എടുക്കുവാൻ പോസ് ചെയ്യും. കാണാനാണല്ലോ ഒരു ഒന്നൊന്നര ഗ്ലാമർ. യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് താമസിക്കുന്ന ആഷ്ലി ഡോയുടെ പൂച്ച മാക്സ് ഡോയാണ് ഈ ക്യാമ്പസിലെ താരം. രാവിലെ എത്തിയാൽ കുട്ടികളോടൊപ്പം പറ്റിയാൽ ഒരു ടൂറിന് പോകുവാനും മാക്സ് റെഡിയാണ്. ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം കുട്ടികൾ തന്നെ മാക്സിനെ ബാക്ക് പാക്കിലിരുത്തി തിരികെ വീട്ടിലെത്തിക്കുകയും ചെയ്യും. ഒടുവിൽ മാക്സിന്റെ മാന്യമായ പെരുമാറ്റം കണക്കിലെടുത്ത് മാക്സിനോടുള്ള ബഹുമാനാർത്ഥം ഒരു ഡോക്ടറേറ്റ് തന്നെ നൽകുവാൻ വെർമോണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ചടങ്ങിൽ മാക്സിനെ ഡോക്ടർ മാക്സായി യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചു. He's been the emotional support animal for Castleton for about 4 years now. The students love him, the administration. I mean, he's been on the dean's desk and he's been on the director of graduate studies desk. He just goes in and makes himself at home. An honorary degree, and I was like, okay, go for it. And it turned into this. So it's kind of crazy. He just follows them on tour around campus. So all the kids that are coming for admissions tours are getting the benefit of the Max experience. I think it's great. അടുത്തയിടെ അറ്റ്ലാന്റയിൽ മോർഹൌസ് കോളേജിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ഡോക്ടറേറ്റ് നൽകുന്നതിനെ ചൊല്ലി ചേരിതിരിഞ്ഞ് തർക്കം നടക്കുമ്പോഴാണ് ഒരു യൂണിവേഴ്സിറ്റി ഒന്നടങ്കം ഒരേ സ്വരത്തിൽ ഡോക്ടറായി പ്രഖ്യാപിച്ച ഡോക്ടർ മാക്സ് ഡോ വെർമോണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇങ്ങനെ വിലസി നടക്കുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.